എക്സലിൽ ട്രാൻസ്പോസ് എന്നുള്ള ഓപ്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡാറ്റ കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന ഡാറ്റ ഇപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കോളം വൈസ് നെയിം, DOB, ഏജ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് റോ വൈസ് താഴേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ട്രാൻസ്പോസ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഈ ഡാറ്റ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഡാറ്റ ഉള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോപ്പി കൊടുക്കാം. Ctrl+C അല്ലെങ്കിൽ ഇവിടെ കോപ്പി ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കഴ്സർ പ്ലേസ് ചെയ്യുക. ഇവിടെയാണ് ഞാൻ പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അവിടെ കഴ്സർ പ്ലേസ് ചെയ്തു. അതിനുശേഷം പേസ്റ്റ് സ്പെഷ്യലിനകത്ത് ഇവിടെ ട്രാൻസ്പോസ് ആക്റ്റീവ് ആക്കുക. ഓക്കെ കൊടുക്കുക. കണ്ടോ? ഇപ്പോൾ കോളം വൈസ് ഉള്ളത് റോ വൈസ് ആയിട്ടായിരിക്കും പേസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ? നെയിം, ഓരോരുത്തരുടെ നെയിം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ് അതെല്ലാം കാണിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ കാണിക്കാം. ഇത് ഡിലീറ്റ് ചെയ്തിട്ട് പേസ്റ്റ് സ്പെഷ്യലിൽ ട്രാൻസ്പോസ് എന്നുള്ള ഓപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഏത് പാർട്ടാണോ നമുക്ക് കോപ്പി ചെയ്യേണ്ടത് ആ പാർട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം Ctrl+C കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ കോപ്പി ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് എവിടെയാണോ ട്രാൻസ്പോസ് ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കഴ്സർ പ്ലേസ് ചെയ്യുക. പേസ്റ്റിൽ ആരോ കണ്ട അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ പേസ്റ്റ് സ്പെഷ്യലുണ്ട്. അതിനകത്ത് ട്രാൻസ്പോസ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ താഴെ? സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ കോളം വൈസ് കൊടുത്തിരുന്നത് റോ വൈസായിട്ട് പേസ്റ്റ് ചെയ്യും. ഓക്കെ.